ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മലേഷ്യൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ജാല റോട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് നെറ്റ് പാൻ കേക്ക് എന്നൊക്കെ പറയും കേട്ടോ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമുക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.25 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തേങ്ങ ഫ്രഷായിട്ട് ചിരകിയിട്ട് പാലെടുക്കുകയാണെങ്കിൽ അതാവും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട മതി കേട്ടോ ഈ ഒരു അളവിലേക്ക്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കൂല കേട്ടോ. സാധാരണ പാൻ കേക്കിൻ്റെ ബാറ്ററിൽ നമ്മൾ പഞ്ചസാര ചേർക്കാറുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു റെസിപ്പിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മൈദ ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർക്കുക. തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1 ഗ്ലാസ് നിറച്ചിട്ടാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.25 ഗ്ലാസ് തേങ്ങാപ്പാലിന് 1 ഗ്ലാസ് പൊടി എന്നുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് 1.25 കപ്പാണെങ്കിൽ 1 കപ്പ് പൊടി അങ്ങനെ കണക്കാക്കിയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ വേണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ തന്നെ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ ബൗളിൽ കാണിച്ചത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഇനി നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ടാണിത് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വെള്ളത്തിൻ്റെ ചെറിയൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടപ്പിന് ഇതുപോലെ നമ്മളൊന്ന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ബാറ്റർ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തവയിലോ പാനിലോ എന്തിലും വേണമെങ്കിലും ഇതുപോലെ ചുറ്റിച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇനി പ്രത്യേകിച്ച് പാനിലും അതുപോലെ ഇതിലൊന്നും ഓയിലൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബാറ്ററിൽ ഓൾറെഡി ഓയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തുറന്ന് വെച്ചാൽ തന്നെ മതി. വെറും 2 മിനിറ്റ് അത്രേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഇത് നന്നായിട്ട് റെഡി ആവുന്നുണ്ട്. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. തിരിച്ചിടണം എന്നുള്ളവർക്ക് ഇടാം, തിരിച്ചിടേണ്ട ആവശ്യമില്ല. അത് നല്ല കനം കുറഞ്ഞിട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ സാധാരണ നമ്മൾ പാൻ കേക്ക് കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ്. നെറ്റ് പോലെ ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാറില്ലല്ലോ. അത് തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് കറിയുടെ കൂടെ, ചിക്കൻ കറിയുടെ, ബീഫ് കറിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ചോക്ലേറ്റ് ന്യൂട്ടല്ലയുടെ കൂടെ, ജാമിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അവർക്കിതിനെ ചുട്ടെടുക്കാനൊക്കെ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതുപോലൊരു ബോട്ടിൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ന്യൂട്ടല്ലയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ അതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ന്യൂട്ടല്ലയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.